ആത്മഹത്യ ചെയ്ത നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നിന്റെ സ്ഥാനം നരകത്തിലാണ്. ദൈവമേ, ഞാൻ മരിച്ചോ? ഓ, ഞാനിന്നലെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തായിരുന്നല്ലോ. അപ്പോ അപ്പൊ എന്നോട് ഈ സംസാരിക്കുന്നത് ദൈവമാണോ? അതെ, ഞാൻ തന്നെ നിന്റെ ദൈവം. നരകത്തിലോ? അല്ല ദൈവമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എല്ലാ ദിവസവും മദ്യപിച്ച് വന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരിവിടെ ഉണ്ടോ? ഇല്ല. ദിവസം മുഴുവൻ പണിയെടുപ്പിച്ച് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന അമ്മായിയമ്മയോ? അതും ഇല്ല. തക്കം കിട്ടുമ്പോ ശാരീരികമായി ഉപദ്രവിക്കാൻ വരുന്ന പുരുഷന്മാരോ? ഇല്ലേ ഇല്ല. പിന്നെ അവിടെ എന്താണുള്ളത്? നരകം പാപം ചെയ്തവർക്കുള്ള ശിക്ഷയുടെ സ്ഥലമാണ്. അവിടെ ഭയാനകമായ ഇരുട്ടും തീജ്വാലകളും പുഴുക്കളും മാത്രമാണുള്ളത്. പാപികൾ പലതരത്തിലുള്ള ശിക്ഷകൾ അവിടെ അനുഭവിക്കുന്നു. ഒരു തരത്തിലും സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ് നരകത്തിൽ. ആ കാഴ്ചകളൊക്കെ മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ല പാതയിലൂടെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോ ദൈവമേ, ഞാൻ ഇത്രകാലം ജീവിച്ചത് നരകത്തിലല്ലായിരുന്നോ? ഞാൻ ഇത്രകാലം ജീവിച്ച ജീവിതവും നരകമല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? എൻ്റെ കണ്ണിൽ കരയാൻ കണ്ണുനീര് പോലും ഇല്ലായിരുന്നു. അതിനുള്ള ശക്തി പോലും എനിക്കില്ലായിരുന്നു. ഞാൻ പാപിയാണെങ്കിൽ ദൈവത്തിന് എന്നെ ശിക്ഷിക്കാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ജീവിച്ച ജീവിതം അങ്ങ് കണ്ടിരുന്നോ? ഞാൻ ജീവിച്ചത് എങ്ങനെയാണ്, ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ അങ്ങ് കണ്ടിരുന്നോ? കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വരുമായിരുന്നു ദൈവമേ. ഒരിക്കലും പോലും അവസാനിക്കാത്തതുപോലെ ഭയാനകമായ എത്രയെത്ര രാത്രികൾ, വർഷങ്ങളോളം നീണ്ടു നിന്ന കൊടിയ പീഡനം, ഓരോ ദിവസവും അനുഭവിച്ച വേദന, വർഷങ്ങളോളം ചിരി മറന്നുപോയ എൻ്റെ ജീവിതം. ഇതല്ലായിരുന്നു ദൈവമേ എൻ്റെ ശരിക്കുള്ള ജീവിതം. ജീവിതഭാരത്തിൽ തളർന്ന് ശ്വാസം പോലും വേദനയായി തുടങ്ങിയ നിമിഷം ഞാൻ തന്നെ ഒരിക്കൽ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കണ്ണുകൾ താനെ അടച്ചു. വേറെന്തായിരുന്നു ദൈവമേ എനിക്ക് മുന്നിലുണ്ടായിരുന്ന വഴി? ഈ ഒരേ ഒരു വഴി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എല്ലാം കാണുന്നു അറിയുന്നു എന്ന് വിചാരിച്ച ദൈവം പോലും എന്നെ ദ്രോഹിച്ചവരുടെ കൂടെയായിരുന്നു. ഒരിക്കൽ പോലും എൻ്റെ വഴിയിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ ഭൂമിയിൽ ജീവിച്ചത്ര നരകമായിരിക്കൂലല്ലോ ഇവിടെ. ഞാൻ ജനിച്ച ശേഷമുള്ള ജീവിതവും നരകം, ദേ ഇപ്പം മരിച്ച ശേഷമുള്ള ജീവിതവും നരകം. എന്താല്ലേ ദൈവമേ, അതിന് മാത്രം ഞാൻ എന്ത് പാപ ദൈവമേ ചെയ്തത്? നീ പാപം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർഗമെന്നത് ഒരു സ്ഥലമല്ല, നരകമെന്നതും ഒരു സ്ഥലമല്ല. അതെല്ലാം നീ അനുഭവിക്കുന്ന നിന്റെ ജീവിതമാണ്. സ്വർഗവും നരകവും ഉണ്ടാക്കുന്നതും ഈ നമ്മൾ തന്നെയാണ്. അപ്പോ ഇത് സ്വർഗമാണോ? അല്ല, ഇത് നീ സൃഷ്ടിച്ചതാണ്, നിന്റെ മാത്രം ലോകം. നിന്റെ മനസ്സ് ശാന്തമായപ്പോൾ അവിടെ സമാധാനം നിറഞ്ഞു. അപ്പോൾ അതൊരു സ്വർഗമായി മാറി. ദൈവമേ, ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. അപ്പോ ഞാൻ മരിച്ചില്ലേ? അപ്പോ സ്വർഗവും നരകവും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതെല്ലാം നമ്മുടെ കയ്യിലാണ്. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ജീവിതം സ്വർഗതുല്യമാക്കും.